Hello friends, is everyone fine? Okay, today we are going to discuss about a special topic. So I am going to show you some pictures of some objects. You have to identify the common features of that objects. Are you ready? Okay, let's go. ഓക്കെ, നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് സുപരിചിതമായ ഫെമിലിയർ ആയിട്ടുള്ള ചില ഒബ്ജക്റ്റ്സ് ആണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ക്രിസ്മസ് ട്രീ കാണാം, രണ്ടാമതായിട്ട് ഒരു തൊപ്പി കാണാം, മൂന്നാമതായിട്ട് നമ്മൾ ഇവിടെ പ്രാക്ടിക്കലിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഒരു ഒബ്ജക്റ്റ് കാണാം. ഇങ്ങനെ നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റ്സ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഇതിൻ്റെ കോമൺ ഫീച്ചർ ഏതോ ഒരു കോമൺ ഫീച്ചർ, അത് ഷേപ്പ് ആകാം അല്ലെങ്കിൽ മറ്റെന്തോ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കേ. Okay, did you identify the common feature of that object? Yeah, all are in the shape of a cone. So this is a cone, and are you interested to see how much of ice cream can be held by this cone? ഓക്കെ, ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്ന എന്തുമാത്രം ഐസ്ക്രീം കൊള്ളാമെന്നല്ലേ. അതിനു വേണ്ടി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് സിലിണ്ടറിനെ കുറിച്ച് നോക്കിയാലോ. സിലിണ്ടർ എന്താണ് അല്ലെ, അതിനെക്കുറിച്ചൊന്ന് നോക്കാം. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് ചുറ്റുമുള്ള പല ഒബ്ജക്ട്സിൻ്റെയും ഷേപ്പ് ഏത് ഷേപ്പിലായിരിക്കും? സിലിണ്ട്രിക്കൽ ഷേപ്പിലായിരിക്കും. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഏത് പറയാം? നമുക്ക് വാട്ടർ ബോട്ടിൽ, കുപ്പി അല്ലേ, നമ്മൾ വെള്ളം കുടിക്കുന്ന കുപ്പി, വാട്ടർ ബോട്ടിലിൻ്റെ എക്സാമ്പിൾ പറയാം. അത് ഏത് ഷേപ്പിലായിരിക്കുന്നത്? സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും സിലിണ്ടറിൻ്റെ സിലിണ്ടറിൻ്റെ പ്രത്യേകതകളൊക്കെ. നമ്മൾ പറയുവാണെങ്കിൽ അതിന് ടോപ്പ് പോർഷനും ഒരു ബോട്ടം പോർഷനും ഉണ്ട്. രണ്ട് ടോപ്പായിക്കോട്ടെ ബോട്ടം ആയിക്കോട്ടെ, അത് ഏത് ഷേപ്പിലാണ്? അത് സർക്കുലാർ ഷേപ്പിലാണ്. സർക്കുലാർ ഷേപ്പിലായതുകൊണ്ട് തന്നെ അതിനെന്ത് കാണും? അതിനൊരു ബേസ് റേഡിയസ് കാണും. അതുപോലെ തന്നെ അതിനെന്തുണ്ട്? ഹൈറ്റുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സിലിണ്ടറിൻ്റെ വോളിയം ഓഫ് ദ സിലിണ്ടർ ഈക്വൽ ടു എങ്ങനെ പറയാം? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റും. ബേസ് ഏരിയ സർക്കുലാർ ഷേപ്പിലായതുകൊണ്ട് തന്നെ ബേസ് ഏരിയ πr². സോ നമുക്ക് പറയാൻ പറ്റും വോളിയം ഓഫ് സിലിണ്ടർ ഈക്വൽ ടു πr²h. അപ്പോൾ നമ്മൾ മലയാളികൾ വന്നവർ മറക്കാൻ പാടുണ്ടോ? നമുക്ക് വീണ്ടും വന്നതിലോട്ട് തന്നെ തിരിച്ചു പോകാം. നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? കോണിനെക്കുറിച്ച്, കോണിൻ്റെ വോളിയത്തെക്കുറിച്ച്. അപ്പോൾ കോണിനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ സിലിണ്ടറിന് എന്തുണ്ടായിരുന്നു? ബേസ് റേഡിയസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഇവിടെ എന്തുണ്ട്? ബേസ് റേഡിയസ് ഉണ്ട്. അതേത് ഷേപ്പിലാണ്? സർക്കുലാർ ഷേപ്പിലാണ്. അതുപോലെ തന്നെ എന്തുണ്ട്? ഹൈറ്റുണ്ട്. സ്ലാൻ ഹൈറ്റായ എല്ലുമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും വോളിയത്തെക്കുറിച്ച്? കോണിൻ്റെ വോളിയം എത്ര ആയിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, നിങ്ങളെല്ലാം വോളിയം കണ്ടെത്താൻ ശ്രമിക്കുമല്ലേ? സാറും കൂടെ അതിനെന്ത് ചെയ്യാം? ഹെൽപ്പ് ചെയ്യാം. അതിനു വേണ്ടി നമുക്ക് എന്തെടുക്കാമെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു സിലിണ്ടർ എടുക്കുക. ആ സിലിണ്ടറിൻ്റെ പ്രത്യേകത ഇതേ കോണിൻ്റെ ബേസ് റേഡിയസും ഇതേ കോണിൻ്റെ എന്തുമായിരിക്കും? ഹൈറ്റുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കോൺ നിറച്ച് വെള്ളം എടുക്കുന്നു. ആ വെള്ളം മുഴുവൻ എങ്ങോട്ട് മാറ്റാൻ പോവുക? സിലിണ്ടറിലേക്ക് മാറ്റാൻ പോവുക. അതാണ്ടേ ആദ്യം ആ വെള്ളം മുഴുവൻ എങ്ങോട്ട് മാറ്റി? സിലിണ്ടറിലേക്ക് മാറ്റി.
സിലിണ്ടർ നിറഞ്ഞോ? ഇല്ല. അപ്പോൾ നമ്മൾ വീണ്ടും കോൺ നിറച്ച് വെള്ളമെടുത്ത് വീണ്ടും സിലിണ്ടറിലേക്ക് മാറ്റി. വീണ്ടും നിറഞ്ഞിട്ടില്ല. വീണ്ടും നമ്മൾ എന്ത് ചെയ്തു? കോൺ നിറച്ച് വെള്ളമെടുത്തു വീണ്ടും എങ്ങോട്ട് തന്നെ മാറ്റി? സിലിണ്ടറിലേക്ക് മാറ്റി. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ആ സിലിണ്ടർ നിറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 3 വട്ടം കോണിലുള്ള വെള്ളം സിലിണ്ടറിലേക്ക് മാറ്റിയപ്പോഴാണ് സിലിണ്ടർ നിറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 1/3 വോളിയം ഓഫ് സിലിണ്ടർ ആയിരിക്കും ഏതിന് തുല്യം? വോളിയം ഓഫ് കോൺ. അപ്പോൾ നമുക്കറിയാം വോളിയം ഓഫ് സിലിണ്ടർ πr²h ആണ്. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് കോൺ എത്ര ആയിരിക്കും? 1/3 πr²h. നമുക്കിനി അത് വെച്ചൊരു എക്സാമ്പിൾ നോക്കിയാലോ? നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. അതായത് ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഒരു കോണിൻ്റെ ബേസ് റേഡിയസ് 3ഉം പിന്നെ എന്താ തന്നിട്ടുള്ളത്? ഹൈറ്റ് 10 മീറ്ററും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വോളിയം കണ്ടുപിടിക്കണം. അപ്പം ഇത് ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്തുകൂടെ? നമുക്കറിയാം വോളിയം കാണാനുള്ള ഇക്വേഷൻ 1/3 πr²h. r² എന്ന് പറയുമ്പോൾ 3ൻ്റെ സ്ക്വയർ 9ഉം h 10ഉം. ഇതങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് 30 π cm³. ഈസി അല്ലേ? Is everyone understand the volume of a cone? Okay. Then let's do a assignment.